വഖഫ് ബോർഡ് പുനഃസംഘടന വ്യക്തത വരുത്തി പുതിയ സത്യവാങ്മൂലം നൽകാമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നു. അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി ബോർഡ് പുനഃസംഘടനയാകാമെന്നും സർക്കാർ വിവിധ മുസ്ലിം വിഭാഗങ്ങളുടെ ആനുപാതിക പ്രാതിനിധ്യം ഉൾപ്പെടെ വ്യക്തമാക്കി സത്യവാങ്മൂലം സമർപ്പിക്കും. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ശരിയാണ്. പ്രദീപ്, നേരത്തെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? വഖഫ് ബോർഡ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് പരിഗണിക്കവേ ബോർഡിൽ അമുസ്ലിങ്ങളായ 2 അംഗങ്ങളെ നിയോഗിക്കാൻ തയ്യാറാണ് എന്നുള്ള നിലപാട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഇന്ന് വീണ്ടും ആവർത്തിച്ചു. നേരത്തെ സർക്കാർ ഈ നിലപാടെടുത്തത് വിവാദ വിഷയമായിരുന്നു. ഹർജിക്കാർക്ക് ഒപ്പം നിൽക്കുകയാണ് സർക്കാർ എന്നുള്ള ആക്ഷേപം ഉൾപ്പെടെയുണ്ടായി. എന്തായിരുന്നാലും ഇത്തരത്തിൽ അമുസ്ലിങ്ങളായ 2 അംഗങ്ങളെ നിയോഗിക്കാൻ തയ്യാറാണ് എന്നാണ് ഇന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. മാത്രമല്ല, ഇത്തരത്തിൽ അമുസ്ലിങ്ങളായ 2 അംഗങ്ങളെ നിയോഗിച്ചാൽ അങ്ങനെ 2 അംഗങ്ങളെ നിയോഗിച്ച് പ്രശ്നം പരിഹരിച്ചാൽ പോരെ എന്നുള്ള ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പൂർണ്ണമായ പുനഃസംഘടന ഉണ്ടാകും വരെ അങ്ങനെ പ്രവർത്തിച്ചുകൂടെ എന്നും ഹൈക്കോടതി അറിഞ്ഞു. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അമുസ്ലിങ്ങളായ 2 പേരെ നിയോഗിക്കാൻ തയ്യാറാണ് എന്ന് സർക്കാർ അറിയിച്ചത്. അതേസമയം വിവിധ വിഭാഗങ്ങളിലെ മുസ്ലിം വിഭാഗത്തിലെ തന്നെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട സുന്നി, ഷിയ, ബോറ തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ പ്രാതിനിധ്യം ഇക്കാര്യത്തിൽ ഉറപ്പാക്കേണ്ടതുണ്ട് എന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. കാരണം ചട്ടം 14(6) പറയുന്നതനുസരിച്ച് എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ലഭ്യമാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകിയാൽ തീരാവുന്ന ഒരു പ്രശ്നമല്ലേ ഇതുള്ളൂ എന്ന ചോദ്യവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായിരുന്നാലും ഇത് സംബന്ധിച്ച് വിവിധ വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ ഹർജിയുമായി ബന്ധപ്പെട്ട ആളുകൾ 3 ആഴ്ചയ്ക്കകം എതിർ സത്യവാങ്മൂലം നൽകണം. 4 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അതേസമയം വഖഫ് ബോർഡിന്റെ ക്വാസി ജുഡീഷ്യൽ, അർദ്ധ ജുഡീഷ്യൽ പ്രവർത്തനങ്ങൾക്ക് ഈ കാലയളവിൽ തടസ്സമില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സിറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താമെന്നും കോടതി ചൂണ്ടിക്കാട്ടി.